പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു നിമിഷത്തെ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും കൃതജ്ഞതയുള്ളവരായി തീരാം. സ്വർഗം നമ്മ ഓരോരുത്തരുടെ മുമ്പിൽ തുറന്നു തന്ന നിമിഷങ്ങൾ, ഈ ഒരു കൃപയുടെ മണിക്കൂറുകൾ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ അവിടുത്തെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുന്നതിനപ്പുറത്തോട്ട് അവിടുത്തെ സാന്നിധ്യം ഓരോ നിമിഷവും അറിഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും അവിടുത്തെ കാരുണ്യപാതയിൽ അവിടുന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഭൂമിയിലുള്ള ഓരോ വ്യക്തികൾക്കും, ഓരോ കുടുംബങ്ങൾക്കും, നമ്മളറിയാവുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഈ ഒരു അൾത്താരയിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നെന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും അഭികാമ്യം. നമ്മൾ ഇന്നലത്തെ സുവിശേഷ വായനയിൽ വായിച്ചു കേട്ടൊരു കാര്യമുണ്ട്. ആരാണ് യഥാർത്ഥ ശിഷ്യൻ? ആരാണ് യഥാർത്ഥ ശിഷ്യനെന്ന് പലപ്പോഴും പല ആവർത്തി നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ പലവരും പറയുന്നതാണ്, ഞാൻ വ്യക്തതയോടും കൃത്യതയോടും കൂടി തമ്പുരാനെ പിന്തുടരുന്നുണ്ട്. ആ ഒരു സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ ജനക്കൂട്ടം നീങ്ങിയപ്പോൾ എന്നാണ്. കാരണം ഈശോ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും കണ്ട് അവർ ജീവിതത്തിൽ ജിജ്ഞാസ ഉയർന്നുകൊണ്ടും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ എന്ന മാത്രയിൽ അവർ ജനക്കൂട്ടം തമ്പുരാനെ പിന്തുടരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, നാം ഓരോരുത്തരുമായിരിക്കുന്ന ഓരോ ഇടങ്ങളും പരിശോധിക്കുമ്പോൾ, നമ്മളും ക്രിസ്തുവിനെ പിന്തുടരുകയാണോ അതോ ഒരു ശിഷ്യനായിട്ട് തീരുകയാണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഒരു യഥാർത്ഥ ശിഷ്യനായി തീരുക എന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ നമ്മളോട് കാരുണ്യം കാണിച്ച നിമിഷങ്ങളാണ്. കാരണം എത്രയോ പേരായ ജനക്കൂട്ടത്തിലുണ്ടായിരുന്നു, പക്ഷേ പൂർണ്ണമായ ബോധ്യത്തോടുകൂടി അവിടുത്തെ പിന്തുടരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ശിഷ്യരായി തീർന്നത് ഏതാനും കുറച്ച് പേര് മാത്രമാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഈ ഭൂമിയിൽ എത്രയോ പേരുണ്ട്, എത്രയോ പേര് ഈശോയുടെ സാക്ഷ്യമല്ലിൽ ഈശോയിലുള്ള വിശ്വാസമേറ്റ് പറയുന്നു. പക്ഷെ അതിനപ്പുറത്തോട്ട് അവിടുത്തെ ശിഷ്യത സ്വീകരിക്കാൻ ആർക്കൊക്കെ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ അൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു സമയത്ത് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും നമ്മൾ ഒരു നിമിഷം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലുപരി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയോടുകൂടി ചേർത്ത് പിടിക്കേണ്ട ഒത്തിരിയേറെ പേര് നമ്മുടെ ജീവിതത്തിലുണ്ട്. തമ്പുരാൻ്റെ സ്നേഹവും കാരുണ്യവും ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒത്തിരിയേറെ വ്യക്തികളുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതം കൊണ്ട് ആ ഒരു ക്രിസ്താനുഭവം നമ്മൾ ഓരോരുത്തരും പങ്കുകൊള്ളാൻ അല്ലെങ്കിൽ പകുത്തു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഒരു അരുളിക്കയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലിരുന്നു കൊണ്ട് ആയിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് സ്നേഹിക്കുന്നതാണ്, എത്രത്തോളം അവിടുന്ന് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കാരുണ്യത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. സുവിശേഷത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ പ്രാവശ്യം പറഞ്ഞു വെക്കുന്നത് കാരുണ്യമാണ് സുവിശേഷത്തിൻ്റെ ഹൃദയത്തുടിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊരു ക്രിസ്ത്യാനിയായിട്ട് പലപ്പോഴും ജീവിച്ച് മുന്നേറുമ്പോൾ, പലപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിച്ച് മുന്നേറുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഹൃദയത്തുടിപ്പോടുകൂടി ഞാൻ എൻ്റെ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവനാണോ അല്ലെങ്കിൽ നയിക്കുന്നവളാണോ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും പരിശോധിക്കണം. കാരണം ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ
ആ ഒരു കാരുണ്യത്തിലേക്ക് പങ്കുചേരാൻ നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് തീർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം ഓരോ പ്രാവശ്യവും ആ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ട്. പല ആവർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പരിഭവപ്പെടുമ്പോഴും വേദനകൾ പങ്കുവെക്കുമ്പോഴും ഇടയ്ക്ക് എപ്പോഴോ നമ്മുടെ ദൈവം പലപ്പോഴും നമ്മളെ പൂർണ്ണമായിട്ട് പരിപാലിച്ച നിമിഷങ്ങൾ നമ്മൾ മറ്റൊരു അവസരത്തിൽ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹിതത്തിന് നിലനിന്നുകൊണ്ട് തമ്പുരാൻ്റെ ഹിതത്തിന് എതിരാടുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറിപ്പോകാറുണ്ട്. ഈ ഒരു നിമിഷം ഈ ഒരു തിരുവരുളിക്കയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കുമ്പോൾ, സീനായ് മലയിൽ മോശ കയറി ചെന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് അവർ തിരിച്ചു വരവിന് അവിടെ വളരെ ഭംഗിയായിട്ട് എഴുതി ചേർക്കുന്നുണ്ട്, അവരെ നോക്കിയ എല്ലാവരും പ്രകാശിതരായി. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ തിരുവള്ളിക്കലിൽ ഈശോയെ നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളും പ്രകാശിതരായിട്ട് മാറുന്നുണ്ടോ? നമ്മുടെ ജീവിതവും പ്രകാശമുള്ളതായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ഈശോ അത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും സുവിശേഷം ഈ പറഞ്ഞതുപോലെ ഹൃദയത്തുടിപ്പായിട്ട് കാരുണ്യത്തോടു കൂടി തമ്പുരാൻ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് നടന്നാകുന്ന ഒരു മനുഷ്യനെ പോലും അവിടുന്ന് തള്ളി മാറ്റുന്നില്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് തമ്പുരാൻ പരിശ്രമിച്ചത്. ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോഴും ഈ കാരുണ്യത്തിന് ഹൃദയത്തുടിപ്പോടുകൂടി നമ്മൾ ഓരോരുത്തരെയും തമ്പുരാൻ ചേർത്ത് പിടിക്കുമ്പോഴും നമ്മളോടും ആവർത്തിക്കുന്നത്, നീയും പോയി അവനെ പോലെ ചെയ്യുക എന്നതാണ്. സ്നേഹമുള്ളവരെ, ഒരു ഏറ്റെടുപ്പ്, ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ ഈ ഒരു പ്രേക്ഷിതത്വം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. കാരണം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ തമ്പുരാൻ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ഭൂമിയിൽ മാറുക എന്നതാണ്. മറ്റൊരു ക്രിസ്തുവായിട്ട് ആ ഒരു ക്രിസ്താനുഭവത്തോടു കൂടി ആ ഒരു ക്രിസ്തുവിൻ്റെ ഗന്ധമുള്ള മനുഷ്യരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. കാരണം ഒരു ശിഷ്യനായി തീരുക പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ വായിച്ചിരിക്കുന്ന സുവിശേഷത്തിൽ പറയുന്നത് പോലെ, നീ നിൻ്റെ സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കണം. കാരണം പലപ്പോഴും വിട്ടുകൊടുത്ത് പോവുക എന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തിരിച്ചറിയേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കേണ്ടത് എന്തിനൊക്കെയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി നിർത്തേണ്ടത് എന്തിനൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർത്തെടുക്കാം. കാരണം ഓരോ പ്രാവശ്യവും തമ്പുരാൻ ഇത് ആവർത്തിക്കുമ്പോൾ, ഒരു ശിഷ്യനായി തീരാൻ തമ്പുരാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തമെന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം ഉപേക്ഷിക്കുന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. കാരണം തമ്പുരാൻ ഓരോ നിമിഷവും ആവർത്തിക്കുന്നത്, നീയും പോയി അവനെ പോലെ ചെയ്യുക എന്നതാണ്. വളരെ വ്യക്തമായിട്ട് ഭംഗിയോടുകൂടി അടിവരയിട്ട ഒരു കാര്യം തമ്പുരാൻ ആവർത്തിക്കണമെങ്കിൽ ഓർക്കുക, കരുണയുടെ മുഖമായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു വിളിയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും തമ്പുരാൻ ചേർത്ത് പിടിക്കുമ്പോൾ, ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോൾ തമ്പുരാൻ ആവർത്തിക്കുന്നത്, സ്നേഹമുള്ളവരെ, നീയും പോയി അവനെ പോലെ ചെയ്യുക എന്നതാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും പല യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറിപ്പോകുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് സ്നേഹത്തിൽ നിലകൊള്ളാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്നേഹത്തിൽ ഓരോ പ്രാവശ്യവും നമ്മുടെ ജീവിതവും സ്വത്വവും എല്ലാം മറന്നുകൊണ്ട് ആ ഒരു സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം അത്രത്തോളം കുരിശോളം നമ്മൾ ഓരോരുത്തരെയും തമ്പുരാൻ സ്നേഹിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലാണെങ്കിൽ പോലും തമ്പുരാൻ സഞ്ചരിക്കുന്നത് അവൻ്റെ മരണത്തിലേക്കുള്ള സഞ്ചാരപാതയിലാണ്. ജെറുസലേമിലുള്ള പാതയിൽ അത്രത്തോളം അവഹേളനങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങി കുരിശിലേക്കുള്ള പാതയിൽ പോകുമ്പോഴാണ് തമ്പുരാൻ പിന്തിരിഞ്ഞു നോക്കിയിട്ട് ഓരോ വ്യക്തികളോടും ആ ജനക്കൂട്ടത്തോടൊന്നടക്കം പറയുന്നത്, നീ എൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായിരിക്കുക എന്നതാണ്. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. വളരെ പ്രത്യേകമായിട്ട് ഓൺലൈനായിട്ട് നമ്മളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈ ഒരു നിമിഷം ഓർക്കാം. അവിടുത്തെ അനന്തമായ കാരുണ്യവും സ്നേഹവും അവരുടെ ജീവിതത്തിലേക്കും
അവരോരോ നിയോഗങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കും ശരിയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ, നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചവരോടെല്ലാം ഒരു നിമിഷം വളരെ പ്രത്യേകമായിട്ട് ഓർക്കാം. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് ദിവ്യകാരുടെ നാഥന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ ആരാധന ആരാധന. യേശുവേ 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 ആരാധന ആരാധന ആരാധന. യേശുവേ 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 ആരാധന 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 ആരാധന. യേശുവേ 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 ആരാധന 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 ആരാധന. യേശുവേ 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 ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.